വെൽക്കം ടു ഗ്രെയിൻസ് ആൻഡ് ഡയറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, കമൻറ്റുകളൊക്കെ അയക്കണം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ലോ കാലറി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്. ഇത് കൊളസ്ട്രോളിന്, നമുക്ക് ഗട്ട് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. അതായത് ലോ കാലറി യോഗേർട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഞാൻ എടുക്കുന്നത് ലോ കാലറി ആയിട്ടുള്ള യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ച് വെയിറ്റ് ലോസിനും ഡയബറ്റിക്കിനും ഒക്കെ നല്ലത്. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പുളിയില്ലാത്തത് ആയ യോഗേർട്ട് ആണെങ്കിൽ വളരെ നല്ലതാണ്. ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം, വീട്ടിലുണ്ടാക്കിയ യോഗേർട്ട് കേർഡ് എടുക്കാം. അപ്പോൾ ഡയബറ്റിക്കും വെയിറ്റ് ലോസിനും ഒക്കെ ഉള്ളവർക്ക് ഇത് ലോ കാലറി യോഗേർട്ട് ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതാണ്. ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് അവർ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. ഈസിയാണ്, ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാം. നല്ല ഒരു ലോ കാലറി ബ്രേക്ക്ഫാസ്റ്റുമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ, ജസ്റ്റ് ഇതിന് പ്രത്യേകം ഒന്നുമില്ല. കുറച്ച് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ ഡ്രൈ നട്ട്സുകളെല്ലാം എടുക്കാം. പ്രത്യേകം നമുക്ക് ചിയാ സീഡ് എടുക്കാം. അപ്പം നല്ലൊരു പ്രോട്ടീൻ കിട്ടും. ആൻറ്റി ഓക്സിഡൻ്റാണ്. എല്ലാവർക്കും അറിയാം ചിയാ സീഡിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. പ്രോട്ടീനായിട്ടുള്ള ഒരു സോഴ്സ് കിട്ടും, ആൻറ്റി ഓക്സിഡൻറ്റ്. പിന്നെ നല്ല ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ ഇത് ഞാൻ വെറുതെ ഇത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ബാക്കി നമുക്കിഷ്ടമുള്ള സീഡുകളൊക്കെ എടുക്കാം. പിന്നെ വാൾനട്ട് എടുക്കാം, നമ്മുടെ ആൽമണ്ട്സ് എടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. സ്ട്രോബെറി എടുത്തതെന്ന് വെച്ചാൽ ലോ കാലറി ആയതുകൊണ്ട്. ബാക്കി നമുക്ക് പ്രൂൺസ്, സൺഫ്ലവർ സീഡ്, വാൾനട്ട്, ബദാം എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ എടുക്കുക. ഇതൊക്കെ വളരെ ലോ കാലറിയിലുള്ളതാണ്. ഈ മധുരത്തിന് പകരം നമുക്ക് എടുക്കാനുള്ളത് സ്വീറ്റ്, അല്ലെങ്കിൽ സ്വീറ്റിന് പകരം എടുക്കാനുള്ളത് മേപ്പിൾ സിറപ്പോ ഓർഗാനിക് ഹണിയോ എടുക്കാം. നമുക്ക് വേറെ മധുരം ഒന്നും വേണ്ട എങ്കിൽ ബനാന, ആപ്പിൾ ഇതൊക്കെ ചേർക്കാം. പിന്നെ മധുരം കൂടിയ ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുക, ഗ്രേപ്സ്, പൈനാപ്പിൾ പോലെ. ഇത് വെയിറ്റ് ലോസും ഡയബറ്റിക്കും ഒക്കെ നോക്കുന്നവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പംകിൻ സീഡ് ചേർക്കാം. അപ്പം ഒന്നുമില്ലെങ്കിൽ പീനട്ട്സും നമുക്ക് ചേർക്കാം, കപ്പലണ്ടിയും ചേർക്കാം. അപ്പം പ്രൂൺസ് വളരെ നല്ലതാണ്. ഈ പ്ലം ഉണക്കിയതാണ്, അതിന് ലോ കാലറിയാണുള്ളത്. ഫിഗ് ചേർക്കുക. ഇതൊക്കെ ലോ കാലറിയിലുള്ള ഒന്നോ രണ്ടോ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഡയബറ്റിക്കാർക്കും കഴിക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ സെറ്റാക്കി കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നമുക്കൊരു പ്രയാസമില്ല. ഇപ്പം വീഡിയോ ഒക്കെ എടുക്കേണ്ടതുണ്ട്, സെറ്റാക്കി കാണിക്കുന്നു, ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എല്ലാം കൂടെ മിക്സാക്കി കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നേരത്തെ നമ്മൾ ബദാമൊക്കെ വെള്ളത്തിലിടുകയാണെങ്കിൽ വളരെ നല്ലത്, എന്നിട്ടെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഫ്ലാക്സ് സീഡ് ചേർക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ലോ കാലറിയിലുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാൻ നോക്കുക, ഈ ഡയറ്റ് നോക്കുന്നവർ. ഇനി യോഗേർട്ട് എടുക്കുമ്പം തന്നെ യോഗേർട്ടിനകത്ത് തന്നെ പ്രോട്ടീന്, കാൽസ്യം, വൈറ്റമിൻ ഡി, പ്രോബയോട്ടിക്കാണ്. പിന്നെ നോർമൽ യോഗേർട്ടും നമുക്കെടുക്കാം, ഡയറ്റൊന്നും എടുക്കാത്തവർക്ക്. അപ്പം വൈറ്റമിൻസ് യോഗേർട്ടിനകത്തുള്ള എല്ലാം നമുക്ക് നല്ലൊരു രാവിലെ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിനുവേണ്ടി നമുക്ക് ഇടയ്ക്കൊക്കെ യോഗേർട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ സീഡുകളൊക്കെ ഇടുമ്പം തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ഫാറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, പ്രോട്ടീൻ റിച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്കൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ നോക്കണം. രാവിലെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഞാനിവിടെ എടുക്കുമ്പോൾ സ്വീറ്റ്നറായിട്ട് ഒന്നും ഉപയോഗിക്കാറില്ല. നാച്ചുറലായിട്ട് ഈ ഫ്രൂട്ട്സിൻ്റെ തന്നെ സ്വീറ്റ് ഉണ്ടുകൊണ്ട് അത് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. വെറുതെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. മിക്സ് ചെയ്തെല്ലാം കൂടെ നല്ലതായിട്ട് കഴിക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ ബൈ.